ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാട്ടോ, നന്നായിട്ട് പെയ്യുന്നുണ്ട് മഴ. കാരണം റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ നോക്കിയേ, ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഒരാൾ ഓടി വരുന്ന കാണുന്നുണ്ടോ? ദേ അവിടെ കണ്ടോ? ഈ മഴയത്ത് ഓടാൻ പോവാണ്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പൊതിച്ച് മൂടി കിടന്നുറങ്ങിയത്. എന്താല്ലേ, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നാട്ടിലത്തെ അവസ്ഥയാണ് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇന്നത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ പോയാലോ? അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ആദ്യം നമ്മൾ അസ്തയിലേക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. അസ്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ചേട്ടൻ എന്നോട് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമായിരിക്കത്തില്ല നോക്കുന്നത്. അവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി ഏതാന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെ കറങ്ങി നടക്കാറുണ്ട്. കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, കൈ വെച്ച് മറിച്ചുകൊണ്ട്. ഇത് പറയുന്നത് UK വന്നിട്ട് ഇവിടെ നിന്നാണ് നല്ല ബീഫ് കഴിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. ഇവനാണ് ബീഫിൻ്റെ ഇത് പറഞ്ഞു കൊടുത്തത്. TV കാണിക്കും. മൈൻഡ് മാറിയിട്ട് നമ്മൾ പറയും ഇടിച്ചു എടുക്കാന്ന്. മീൻ കട അടയ്ക്കും അല്ലേ? വാ, ഇവിടെ കറങ്ങണ്ട പോവാം. ഇനി എങ്ങോട്ടാ? ഫിഷ് മാർക്കറ്റിലോ? അങ്ങനെ ഞങ്ങൾ അസ്തയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫിഷ് മാർക്കറ്റിലെത്തി. ഇതൊക്കെ ജീവനോടുള്ള സാധനം കേട്ടോ. ഇതൊന്നും പക്ഷേ എനിക്ക് കറി വെക്കാനൊന്നും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ആ സെക്ഷനിലോട്ടൊന്നും നോക്കിയിട്ടേ ഇല്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും അത് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ നോർത്താംപ്ടണിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിവിടെ ഒന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ട് യൂട്യൂബൊക്കെ നോക്കി ഒന്ന് തട്ടിക്കൂട്ടണം എന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്ക് ജീവനുള്ള ക്രാബ് കിടക്കണം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്രാബായിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴും നോർത്താംപ്ടൺ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനം കേട്ടോ ഈ സാൽമണിൻ്റെ തല എന്ന് പറയണത്. ഇത് ഒരു തലയ്ക്ക് 1-1.5 പൗണ്ടോ അങ്ങനെ എന്തോ ആണ്. അതവർ കട്ട് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. കട്ട് ചെയ്ത് തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പീസാക്കത്തൊന്നുമില്ല. അവർ ജസ്റ്റ് അതിനെ 2 ആക്കിയിട്ടൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ സീബ്രീം കൂടെ വാങ്ങിയായിരുന്നു. അത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ. ഞങ്ങൾ അങ്ങനെ ലൂട്ടിൽ നിന്ന് മീനൊന്നും വാങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ വാങ്ങിയപ്പോഴൊക്കെ അത്ര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് വാങ്ങാറില്ല. എപ്പോഴും നോർത്താംപ്ടൺ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ മീൻ വാങ്ങാറ്. കാരണം ഇവിടെ നിന്ന് എപ്പോൾ വാങ്ങിയാലും നല്ല മീനായിരിക്കും കിട്ടുക. ഇവിടെ ഫ്രഷ് മീൻ മാത്രമല്ല കേട്ടോ, ഫ്രോസൺ മീനൊക്കെ കിട്ടും. പിന്നെ ഈ ക്രാബിൻ്റെ മീറ്റൊക്കെ എടുത്ത് ആ ഷെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഫ്രോസൺ സാധനം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ എന്തൊക്കെയോ മറ്റേ കൂന്തളില്ലേ, കണവാന്നൊക്കെ പറയും, സ്ക്വിഡ്, അതുണ്ടായിരുന്നു. അല്ലാത്ത കുറേ ഫിഷൊക്കെ ഇങ്ങനെ ഫ്രോസൺ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ മീനിൻ്റെയും പ്രൈസൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ പുള്ളിയാണ് കട്ട് ചെയ്ത് തരുന്നത്. പുള്ളി എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് തരും. നമ്മുടെ സീബ്രീം അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനാന്ന് പറഞ്ഞതുകൊണ്ട്
അവർ അതനുസരിച്ചിട്ടാണ് അത് കട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ ഫിഷൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒരു ഷോപ്പിലും കൂടി പോകാനുണ്ട്. ഒരു ഏഷ്യൻ ഷോപ്പാണത്. മലയാളീസാണ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ റിച്ചുവിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അസ്തയിലും ലിഡിലൊന്നും വാങ്ങാൻ കിട്ടാത്ത തരം പച്ചക്കറികളൊക്കെ, അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളൊക്കെ ഇവരുടെ വീട്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ അവർ മെയിനായിട്ട് പറയുന്ന ഒരു പേരുകളിലൊന്നാണ് ഈ സീ മാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഫിഷ് മാർക്കറ്റിൽ നമ്മൾ കയറിയിട്ട് ഫിഷൊക്കെ വാങ്ങി തിരിച്ച് ലൂട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന പോലെ സീ മാർട്ടിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ സാൽമണിൻ്റെ തല കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ മേടിക്കണമായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കണമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ചക്കക്കുരു ഒക്കെ ഇരിക്കുന്നത് കണ്ടത്. സാമ്പാർ വയ്ക്കുന്ന പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കയുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. മറ്റേ എന്താണ് ശീമച്ചക്ക എന്നൊക്കെ പറയത്തില്ലേ, അത് മറ്റു നാടുകളിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രത്തൊക്കെ ശീമച്ചക്ക എന്ന് പറയും ഞങ്ങളുടെ ഏരിയയിലൊക്കെ. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ എന്താ പച്ചമാങ്ങ കട്ട് ചെയ്തത്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി, മറ്റേ എന്താ നമ്മുടെ ഉഴുന്നുവട, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ കണ്ടില്ലേ സ്നാക്സ് ഐറ്റംസ്. എൻ്റെ അമ്മ ഉള്ളിവട, പഴംപൊരിയൊക്കെ ഫ്രോസൺ. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അല്ലാതെ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉള്ള സാധനങ്ങളാണ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ. അത് ഇനി ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ തേങ്ങ വാങ്ങണമായിരുന്നു. ചിരകിയ തേങ്ങ കിട്ടും, അതൊക്കെ വാങ്ങി. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറിയപ്പോഴാണ് ശരിക്കും ഞെട്ടി. കാരണം ഇവിടെ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ചട്ടിയുണ്ട്, പിന്നെ എന്താ ഈ അപ്പം ഉണ്ടാക്കുന്ന പാത്രം, ഇഡ്ഡലി പാത്രം, അങ്ങനെ കുറേ പാത്രങ്ങൾ, മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല്, അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു ഇഡ്ഡലി പാത്രമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അങ്ങനെ എല്ലാ തരം ഓയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് പുളിഞ്ചിക്ക അച്ചാർ. എങ്ങനെയാണ് മറ്റു നാടുകളിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പുളിഞ്ചിക്ക അച്ചാറുണ്ടായിരുന്നു. പുളിഞ്ചിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കറിയിലൊക്കെ ഇടുന്ന പച്ച കളറൊരു നല്ല പുളിയുള്ളൊരു സാധനമാണ്. പിന്നെ കണ്ടില്ലേ കുക്കർ, ഇഡ്ഡലി പാത്രം, അങ്ങനെ എല്ലാത്തരം പാത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ വാങ്ങാൻ അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് വേറൊരു കാര്യം ഞാൻ കണ്ടു. നമ്മുടെ ഐടെക്സിൻ്റെ പൊട്ടില്ലേ, ആ സാധനം ഇവിടെ ഉണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അതൊക്കെ ഇവിടെ കിട്ടുമോ എന്നുള്ളത്. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞ ഐടെക്സിൻ്റെ പൊട്ട് കണ്ടോ, കറുപ്പും പിന്നെ മെറൂൺ കളറും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ക്ലിപ്പ്, സ്ലൈഡ്, അങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ വളയും കമ്മലും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അതിൻ്റെ ഫാഷനൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അതവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാലപ്പൊടികളില്ലേ, ചിക്കൻ മസാല, മീറ്റ് മസാല, സാമ്പാർ മസാല, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ ഇത് ഈ സെക്ഷനിലേക്ക് നോക്ക്, കുറേ ടൈപ്സ് ചിപ്സ്, മിക്സ്ചർ, പിന്നെന്താ കപ്പ വറുത്തത്, അങ്ങനെ കുറേ സ്നാക്ക് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബോംബെ മിക്സ്ചർ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ പ്ലം കേക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്ലം കേക്കിൻ്റെ വലിയൊരു ഫാനൊന്നുമല്ല. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ദേ പഴം, ഏത്തപ്പഴം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഞങ്ങൾ ഏത്തപ്പഴം എന്നാട്ട് പറയാം. പിന്നെ ദേ പയർ, ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയുടെ കാര്യം. ദേ പയർ, പടവലങ്ങ, മുരിങ്ങക്ക, വെള്ളരിക്ക. ഈ വെള്ളരിക്കയൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ഇരിക്കുന്നുണ്ടോ. പിന്നെ ലൂട്ടൺ ബെറി പാർക്ക് സൈഡിൽ പോയാൽ കാണാതിരിക്കും, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയി കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു എന്ത് ചെയ്യാം എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് എന്നാൽ പിസ്സ കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. അപ്പം പിന്നെ
എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് നമ്മൾ പിസ്സ തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഈ തല ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് തരത്തേ ഉള്ളൂ. പിന്നെ നമുക്കത് കറി പീസായിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ചേട്ടൻ അതൊക്കെ കട്ട് ചെയ്ത് തരുമായിരുന്നു. അപ്പം മീൻകറി ഉണ്ടാക്കിയാൽ മീൻകറി കുറച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലാണല്ലോ ടേസ്റ്റ്. അപ്പം ചെന്ന പാടെ അതിങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് പിസ്സയും വരും. അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴേക്കും പിസ്സ വന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് റിച്ചു താഴെ പോയി നിൽപ്പുണ്ട്. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അയാൾ ആ ഡെലിവറി ബോയ് ആണെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് അയാൾക്ക് എന്തോ വഴി അറിയത്തില്ല, വീട് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കുറേ പ്രാവശ്യം അവിടെ കിടന്ന് കറങ്ങി എന്നൊക്കെ പറഞ്ഞു. റിച്ചു കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റിച്ചു എൻ്റെ ഫ്രണ്ടാട്ടോ. ഞാൻ അവനെ എങ്ങനെയാണ് കണ്ടത്, എങ്ങനെയാണ് പരിചയപ്പെട്ടത്, റിച്ചുവും ജിജിയും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അവരുമായിട്ട് ഞാൻ എങ്ങനെയാണ് പരിചയം എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ പിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണോ ആണോ ചോദിച്ചോക്കി. അയ്യോ, അങ്ങനെ കാത്തിരുന്ന് വിശന്ന് തളർന്ന് അവസാനം ഞങ്ങളുടെ പിസ്സ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട. പിന്നെ അങ്ങ് എന്താ പറയുക, കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയായി. അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ടല്ലേ പോയത്, പുറത്തേക്ക് ചായ കുടിച്ചിട്ടാണ് പോയത്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഫ്ലേവറായിരുന്നു. ഒന്ന് പെപ്പറോണിയും മറ്റേത് ചിക്കൻ തിക്കയോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പം കഴിക്കട്ടെ. കണ്ട എൻ്റെ ആക്രാന്തം കണ്ടറിയാലോ എന്തുമാത്രം വിശപ്പുണ്ടായിരുന്നെന്ന്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, പിസയ്ക്ക് നല്ല ടേസ്റ്റും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് തണുത്തു പോയി. ആ ചീസൊക്കെ അങ്ങ് കട്ടിയായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് തോന്നി. പിസ്സ എല്ലാം കഴിച്ചിട്ട് പിന്നെ ഫിഷ് എല്ലാം കഴുകി വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പിസ്സ വന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് ആപ്പിൽ അപ്ഡേറ്റ് ആവുമല്ലോ. അപ്പോൾ വന്നു എന്നും പറഞ്ഞിട്ട് കാണിച്ചത്. എന്നിട്ട് വന്നതുമില്ല. പിന്നെ കുക്കിംഗ് ആ ഒരു ഫ്ലോ അങ്ങ് പോവുകയും ചെയ്ത്. പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിസ്സ വന്ന് കഴിച്ചിട്ടാണ് പിന്നെ തുടങ്ങിയത്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ആ മീൻകറി നല്ല അടിപൊളി മീൻകറി ആയിരുന്നു. പക്ഷേ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഹൊറർ മൂവി കാണുമായിരുന്നു. ഹൊറർ മൂവി ഒരുമിച്ചിരുന്ന് കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ശരി, പുതിയ വീഡിയോ ആയിട്ട് കാണാം.